Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. So yeah, this video is all about a very small slow morning routine on weekends. Actually weekends ആണ് എനിക്ക് ആകെ സ്ലോ മോർണിംഗ് റൂട്ടീൻസ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 2 days, Sundays and Saturdays. ബാക്കിയുള്ള എല്ലാ ദിവസവും മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് വെരി ബിസി മോർണിംഗ് റൂട്ടീൻസ് ആയിരിക്കും. മോസ്റ്റ്ലി ഒരു 5:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 7 o'clock എൻ്റെ ചെയ്യുന്ന ഒരു മോർണിംഗ്സ് ആണ് എൻ്റെ മോസ്റ്റ് ഓഫ് ദ വീക്ക് ഡേയ്സും. സോ I know everyone is wishing to do their mornings very slowly and starting their day very slowly and peacefully. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 90% ഹോം മേക്കേഴ്സിനും, ഇപ്പോൾ ഹോം മേക്കേഴ്സിനല്ല വർക്കേഴ്സിനാണെങ്കിൽ പോലും ഒരിക്കലും ഒരു സ്ലോ മോർണിംഗ് റൂട്ടീൻസ് എല്ലാ ദിവസവും ഫോളോ ചെയ്യാന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ആയിരിക്കും. വർക്കിംഗ് മദേഴ്സൊക്കെ ആണെങ്കിൽ ദേ ആർ ഓൾവേസ് തിങ്ക് ദാറ്റ് ഉച്ചവരെ കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും കൂടുതലും വീക്കെൻഡ്സിൽ. സോ ഐ എം ഓൾവേസ് പ്രിഫറിങ് അറ്റ്ലീസ്റ്റ് ഒരു വീക്കിലി വൺസ് ഓർ ട്വൈസ് ഏർലി മോർണിംഗ് എണീറ്റ് എല്ലാ കാര്യങ്ങളും ഭയങ്കര പീസ്ഫുള്ളായിട്ട് ചെയ്യാന്നുള്ളത് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാൻ ഈ സൺഡേസ് ആൻഡ് സാറ്റർഡേയ്സിൽ വളരെ സ്ലോ ആയിട്ട്, ചില സമയത്ത് നന്നായിട്ട് കിടന്നുറങ്ങും, ബട്ട് മോസ്റ്റ് ഓഫ് ദ സൺഡേസ് ആൻഡ് സാറ്റർഡേയ്സ് ഐ എം സ്പെൻഡിങ് മൈ മോർണിംഗ്സ് വെരി സ്ലോലി ആൻഡ് പീസ്ഫുള്ളി. ആൻഡ് നൗ എ ഡേയ്സ് ഐ എം ഓൾവേസ് ട്രൈങ് ടു മേക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ലൈക്ക് വളരെ സിമ്പിളായിട്ട് ഹെൽത്തി വേയിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റുക അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാറാണ് പതിവ്. സോ ടുഡേ ഐ വിൽ മേക്ക് സം ബോയിൽഡ് എഗ് ആൻഡ് ബട്ടർ ടോസ്റ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് ആൻഡ് സം വിത്തൗട്ട് ഷുഗർ ടീ. ദാറ്റ്സ് ഇറ്റ്. ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഹാപ്പി റമ്മി. ഈ ഒരു റൂളാണ് കറൻ്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്നത്. ഫജർ പ്രയർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കിച്ചണിൽ കയറിയതുകൊണ്ടാണ് ഈ ഒരു പ്രയർ ഡ്രസ്സ് ഊരാത്തത് കേട്ടോ. എനിക്ക് ഒരുപാട് ദുആകളും ദിക്റുകളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കിച്ചണിൽ നിൽക്കുന്ന ടൈം വെറുതെ ഒരുപാട് തിങ്ക് ചെയ്ത് ടൈം കളയുന്ന നേരം കൊണ്ട് ദിക്റുകളും ദുആകളും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാമെന്ന്. ആൻഡ് യാ, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. എൻ്റെ ഫ്രണ്ട് ഷെദ, അവൾ നാട്ടിൽ പോകുന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഈ ഒരു മണി പ്ലാന്റ്. സ്മോളായിട്ടുള്ളൊരു പോർഷൻ തന്നതായിരുന്നു. ഞാനത് കട്ട് ചെയ്ത് ഒരുപാട് പോട്ടിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഒത്തിരി ബിഗായിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് ആക്ച്വലി. അപ്പോൾ വീക്കെൻഡ്സിൽ മാത്രം ഞാൻ ചെയ്യുന്ന ഒരു ജോബാണ് ഇതിനെ വാട്ടർ ചെയ്യുക എന്നുള്ളത്. UAയിലെ കറണ്ട് വെതറിൽ കറക്റ്റായിട്ട് ഇതിനെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. റൂമിലെ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് റൂം ടെമ്പറേച്ചറിലല്ല, കിച്ചണിലാണുള്ളത്. കിച്ചണിൽ AC ഇല്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വാട്ടർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാൻ വാട്ടറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് തന്ന സമയത്ത് അവൾ സോയിൽ മിക്സ് ആയിട്ടുള്ള മണി പ്ലാന്റ് ആയിരുന്നു തന്നിരുന്നത്. ഞാനത് കട്ട് ചെയ്ത് വാട്ടറിലൂടെ വെച്ചു. ഗ്രോത്ത് ഡിഫറൻസ് നോക്കുമ്പം വാട്ടറിലുള്ള മണി പ്ലാന്റ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ വളരുന്നതെന്ന് മനസ്സിലായി. വീക്ക് ഡേയ്സിലൊന്നും ഇതിനെ തിരിഞ്ഞു നോക്കാനേ പറ്റൂല. അതുകൊണ്ട് വീക്കെൻഡ്സ് മറക്കാതെ വാട്ടർ ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ഡെയിലി റൂട്ടീൻസിൽ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ടർ ബോയിൽ ചെയ്യുക എന്നുള്ളത്. UAയിലെ വെതറിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച വാട്ടർ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രോട്ടിൽ പെയിൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പം ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തതായിരുന്നു ലൈറ്റായിട്ടുള്ള വാം വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിങ്ക് ചെയ്യുമ്പോൾ ഈ ത്രോട്ട് പെയിൻ ഇഷ്യൂസൊന്നും ഉണ്ടാവാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനും മോനും ഏറ്റവും കൂടുതൽ ലൈറ്റായിട്ടുള്ള വാം വാട്ടർ കുടിക്കാനാണ് ട്രൈ ചെയ്യുക. മോർണിംഗ് ഡെയിലി ഇങ്ങനെ വാട്ടർ ബോയിൽ ചെയ്ത് വെക്കും. ചില സമയങ്ങളിൽ അതിൽ നമ്മൾ ക്യുമിൻ അല്ലെങ്കിൽ നോർമൽ ജീരകമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് കുറച്ച് കുടിച്ച് തീർക്കാറാണ് പതിവ്. ചില സമയത്ത് പ്ലെയിൻ വാം വാട്ടർ കുടിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഇത് ലൈഫിലൊരു റൂട്ടീൻ ആയതിൻ്റെ ശേഷം പിന്നെ ഒരിക്കലും എനിക്ക് ത്രോട്ട് പെയിൻ ഇൻഫെക്ഷൻ ഇഷ്യൂസോ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും. ഇത് ബോയിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക മെത്തേഡൊക്കെ ഉണ്ട്. ഫുൾ ബോയിലായിട്ടിരിക്കുന്ന വാട്ടർ അതിലേക്ക് അഡീഷണൽ വാട്ടർ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ഇത് തണുപ്പിച്ചതിന് ശേഷം വേണം കുടിക്കാൻ. അല്ലെങ്കിൽ ലൈറ്റ് വാം ആയതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ മോർണിംഗ് ഒക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ലൈറ്റായിട്ട് തണിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 to 6 hours ഒക്കെ എടുക്കും. ഞാൻ കൂടുതലും എൻ്റെ ഈ ഒരു കുഞ്ഞ് ഫ്ലാസ്കിൽ എടുത്ത് വെക്കാറാണ് പതിവ്. ഒരു 5 to 6 hours ഒക്കെ കഴിയുമ്പം ഈ ഒരു ഫ്ലാസ്കിൽ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടിലേക്ക് എത്തും. ട്രൈ ടു ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 2 to 3 liters വാട്ടർ പെർ ഡേ. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽത്തിയാണ് വാട്ടർ നമ്മൾ കുടിക്കുന്നത്. അത് 2 to 3 liters അല്ല, നിങ്ങൾ എത്ര കുടിച്ചാലും അത്രയും നമ്മളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും മെച്ചുവേർഡായിട്ട് കീപ്പ് ചെയ്യാനും നമ്മളുടെ ഈ ഒരു വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോസസ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വാട്ടറിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് കൂടി ഉണ്ട്.
എല്ലാ വീക്കെൻഡ്സിലും നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. വീക്ക് ഡേയ്സിൽ പോകാറില്ല. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ വീക്ക് ഡേയ്സിൽ നമ്മൾ പുറത്ത് പോകാറുള്ളൂ. വീക്കെൻഡ്സിൽ കൂടുതലും മോനെ എവിടെയെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അന്ന് നമ്മൾ ദുബായ് മോളിലാണ് പോയത്. ദുബായ് മോളിനാണ് നമ്മൾ കൂടുതലും ബേബി അബൂദിന് ടോയ്സ് ഒക്കെ വാങ്ങുന്നത്. സിറ്റി സെൻ്റർ ഏരിയയിലെ ബേബി ഷോപ്പ് അറേബ്യയിൽ നിന്നും വാങ്ങാറുണ്ട്. പക്ഷേ ദുബായ് മോളിലെ ബ്രാൻഡ് ഫോർലെസ്സിൽ ഒരുപാട് നേരം കുട്ടികൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ടോയ്സ് ഒക്കെ അവൈലബിൾ ആണ്. ലൈക്ക് ബ്ലോക്സ്, ഗെയിംസ്, പസിൽസൊക്കെ. സോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. അന്ന് നമ്മൾ പാച്ചിയിലൊന്ന് പോയി. അബോദി ഈസ് നോട്ട് മച്ച് ഓക്കെ വിത്ത് ഷുഗർ. ഞാനത് ഒരുപാട് വ്ളോഗ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. മോന് കൂടുതലും ഷുഗർലെസ് ആയിട്ടുള്ള ഐറ്റംസിനോടാണ് കുറച്ചുകൂടി താല്പര്യം. ഈ ഷുഗറി ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ കഴിക്കുമ്പം 1-2 ബൈറ്റ് കടിച്ചതിന് ശേഷം അവനത് ബാലൻസ് ചെയ്യാറാണ് പതിവ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് സൗസോ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തുർക്കിഷ് ലെബനൻ റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. UAE-ലുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല യമ്മി ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ ആണ്. ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. ഞാനങ്ങനെ ഒരുപാട് ഫുഡിയൊന്നുമല്ല. ഞാൻ ഒട്ടും ഫുഡിയല്ല, ഒരുപാടല്ല. എനിക്ക് തോന്നുന്നു 10% പോലും എനിക്ക് ഫുഡിനോട് അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ഈ ഫൗണ്ടൻ വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ മോൻ അത്യാവശ്യം നേരം ബുദ്ധിമുട്ടിക്കാണ്ട് ഇരിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയം ദുബായ് മോളിൽ വരുന്ന സമയത്ത് ഈ ഒരു റെസ്റ്റോറൻ്റാണ് പ്രിഫർ ചെയ്യുന്നത്. കഴിഞ്ഞ മന്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വ്ളോഗിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് ഇറ്റ്സ് എ വീക്കെൻഡ് വ്ളോഗ്. വീക്കെൻഡ്സിലും ലുലു കുക്ക് ചെയ്യുമോ, വീക്കെൻഡ്സിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൂടെ, എനിക്കൊക്കെ വീക്കെൻഡ്സിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഐ എം നോട്ട് പ്രിഫറിങ് ഔട്ട്സൈഡ് ഫുഡ്സ്. ഹോം മെയ്ഡ് ഫുഡ്സിന് 100% ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഐ റിയലി ലൈക്ക് ടു ഈറ്റ് ഫുഡ്സ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് എൻജോയിങ് ദ മൊമെൻറ്റ് ആൻഡ് പ്ലേസ്. പക്ഷേ എപ്പോഴും കഴിക്കുക അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡ്സും കഴിക്കുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നേ ഇല്ല. എൻ്റെ ഹസ്ബൻഡ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. എന്നെപ്പോലെയല്ല. ഔട്ട്സൈഡ് ഫുഡ്സ് ഒരുപാട് ഇഷ്ടമാണ്. പുതിയ പുതിയ ഫുഡ്സ് ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഈ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര ടെറിബിളായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറ്. ഇതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കഴിക്കാറുണ്ട്. വീക്കെൻഡ്സിൽ കഴിക്കാറില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാൻ ഹോം മെയ്ഡ് ഫുഡ്സാണ് പ്രിഫർ ചെയ്യുന്നത്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ട്രൈ ചെയ്യുക. എൻ്റെ ഹസ്ബൻഡ് ഡയറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഹെൽത്തി വേയിലുള്ള ഫുഡായിരുന്നു സൗസോന്ന് കഴിച്ചത്. എവിടെ പോയാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബേബി അബൂദിൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മീ ആൻഡ് ബേബി ഓൾസോ. മോന് ഡയപ്പർ ഇപ്പോൾ യൂസ് ചെയ്യാറേ ഇല്ല. വീക്കെൻഡ്സിൽ ഇതുപോലെ പുറത്ത് പോകുന്ന സമയങ്ങളിലും ഉറങ്ങുന്ന സമയത്തും മാത്രമായി ഇപ്പോൾ ഡയപ്പർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് നല്ലോണം ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അവന് ഇടയ്ക്കിടയ്ക്ക് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി അതൊരു 1 to 2 ടൈംസ് തന്നെ അവൻ പീ ചെയ്യുമ്പോഴേക്കും ഞാനത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഡയപ്പർ ഫില്ലാവുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനത് ഫുള്ള് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് ഒഴിവാക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ലീക്കേജ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള ഡയപ്പർ ആണെങ്കിലും ഒരു പരിധിയിലധികം അതിൽ യൂറിൻ സ്റ്റക്കായിട്ട് ഇരുന്നാൽ അത് ലീക്കേജ് ഇഷ്യൂസ് ഉണ്ടാക്കി ഡ്രസ്സിലൊക്കെ ആയി. പിന്നെ കൂടുതൽ പണി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്ത് അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫീഡിങ് റൂമിലാണ് കയറുക. ഇപ്പം ജസ്റ്റ് ഡയപ്പർ ചേഞ്ച് റൂമിലാണ് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ സഫർ ചെയ്തത് ഈ ഒരു കാര്യത്തിനായിരുന്നു. ബിക്കോസ് ഇടയ്ക്കിടയ്ക്ക് ഈ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ച് ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ആകുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഫീഡിംഗ് റൂം വേണമെങ്കിൽ ഫീഡിംഗ് റൂം സെലക്ട് ചെയ്യാം, മദേഴ്സ് റൂം വേണമെങ്കിൽ മദേഴ്സ് റൂം സെലക്ട് ചെയ്യാം, ബേബി ഡയപ്പർ ചേഞ്ചിങ് ഏരിയ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ബേബി ഡയപ്പർ ചേഞ്ചിങ് ടോയ്ലറ്റ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അൽഹംദുലില്ലാ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നടന്നു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ബോർഡേഴ്സിലൊന്ന് പോയി. എൻ്റെ ഹസ്ബൻഡ് 2 to 3 ബുക്സൊക്കെ അവിടെ നിന്ന് വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 10:30 ആയി. പുറത്ത് പോയി വന്നാൽ എപ്പോഴും ആദ്യം ചെയ്യുന്നത് ബേബി അബൂദിനെ ഫ്രഷ് ആക്കി അവനെ കിടത്തി ഉറക്കുക എന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഓഫീസിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോർണിംഗ് ഫജർ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ടൈമൊന്നും ഓതാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദിക്റുകളും ദുആകളൊക്കെ ചെയ്ത് തീർത്തെന്നല്ലാണ്ട് ഓതാൻ കഴിയാത്തതുകൊണ്ട് നൈറ്റ് മോൻ ഉറങ്ങിയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വർക്ക് കഴിയുന്നവരെ എന്തെങ്കിലുമൊക്കെ ഓതും. ഫോണിൽ ഒരുപാട് നേരം നോക്കിയിരിക്കുന്നതിന് പകരം ഖുർആൻ ഓതുന്നതായിരിക്കും മൈൻഡിനും ഹെൽത്തിനും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ഹത്തം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓതാൻ വേണ്ടിയിട്ട് ഞാൻ വീക്കെൻഡ്സിലാണ് പ്രിഫർ ചെയ്യുന്നത്. വീക്കെൻഡ്സ് ആകുമ്പോൾ സമാധാനപരമായി സന്തോഷമായിട്ട് ഓതാം. വീക്ക് ഡേയ്സിലാകുമ്പോൾ മോർണിംഗ് പെട്ടെന്ന് എഴുന്നേൽക്കണമല്ലോ എന്നുള്ള ഒരു ആദിയിൽ നൈറ്റ് പെട്ടെന്ന് ഉറങ്ങേണ്ടി വരും.
സോ ദാറ്റ്സ് ഇറ്റ്. ഏറ്റവും ബർക്കത്തുള്ള വീട് ഖുർആൻ ഓതുന്ന വീടാണെന്നും പഠിച്ചവന് ഏറ്റവും ഇഷ്ടമുള്ള വീട് ഖുർആൻ ഡെയിലി ഓതുന്ന വീടാണെന്നും ഒരുപാട് ഹദീസുകളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രൈ ടു റീഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സൂറത്തുകളും എല്ലാ ദിവസവും ഓതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. എല്ലാ ഇയറിലും അറ്റ്ലീസ്റ്റ് ഒരു 1 to 2, 3 ഹത്തമെങ്കിലും ഓതാൻ വേണ്ടിയിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ സമയത്ത് വാങ്ങിയ കേക്കായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷായി. ചെറുതായിട്ടൊന്ന് ക്രേവിങ്സ് വന്നപ്പം ഒരു 2 to 3 സ്പൂൺസൊക്കെ കഴിച്ചു. കാസ്റ്റ് അയൺ തവയൊക്കെ ഈവനിങ് സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി കാസ്റ്റ് അയൺ തവയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയാൽ അത് ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് അയൺ സ്റ്റിക്ക് ചെയ്ത് നിന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് മാറും. അതുകൊണ്ട് ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആയി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. നമ്മളുടെ നല്ല നാടൻ കേരള സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാസ്റ്റ് അയൺ തവ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു 2 to 3 items ഒക്കെ ഞാൻ UAE തന്നെ വാങ്ങിയതാണ്. നാട്ടിൽ നിന്നും കൊണ്ടുവന്നതുണ്ട്. നാട്ടിൽ നിന്ന് വരുമ്പോൾ ചീപ്പസ്റ്റ് പ്രൈസ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു കാസ്റ്റ് അയൺ തവ. UAE വന്ന് ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയപ്പോൾ അത്യാവശ്യം ഒരു 2 to 3 കാസ്റ്റ് അയൺ തവ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതലും നാട്ടിൽ നിന്ന് വാങ്ങുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നു. മോൻ്റെ ഫീഡിങ് നിർത്തിയിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. സോ ഇപ്പോഴും മോനെ രാത്രി ഒരു 2 to 3 times എങ്കിലും മിൽക്ക് കുടിക്കണം. അതുകൊണ്ട് ഞാനിതുപോലെ ഫ്രഷ് മിൽക്കിൽ നോർമൽ വാട്ടർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അത് രാത്രി കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഫ്രഷ് മിൽക്ക് അവൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് അവന് ഫ്രഷ് മിൽക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. ആദ്യമൊക്കെ 5 times ഒക്കെ കുടിക്കുമായിരുന്നു നൈറ്റ്. ഇപ്പോൾ അൽഹംദുലില്ലാ 1 time or 2 times ആയിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ഡീഹൈഡ്രേഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷ് മിൽക്കൊക്കെ കുടിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫാറ്റി മിൽക്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി കൊടുത്തു നോക്കുക. അവർ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ ഇഷ്യൂസ് മാറാനും ചാൻസ് കൂടുതലാണ്. മിൽക്ക് അവിടെ കിടന്ന് ബോയിലാവുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലോറക്സ് ഇട്ട് കിച്ചണിലെ കൗണ്ടർ ടോപ്പും കോർണർ ടാബിൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മീ. മോർണിംഗ് എണീറ്റ് വരുമ്പോൾ കിച്ചൺ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണാമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെഡ് ഏക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യമാണ്. സാറ്റർഡേയ്സ് ആണ് കൂടുതലും നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ്സ് ഒക്കെ നടത്താറ്. അപ്പോൾ ഇന്ന് പുറത്ത് പോയതുകൊണ്ട് ഗ്രോസറി ഷോപ്പിംഗ്സ് ഒന്നും നടന്നില്ല. നാളെ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വീക്ക്ലി മീൽ പ്രിപ്പറേഷൻ്റെ ഡേ ആണ്, സൺഡേ. സോ നമ്മൾ 15 minute ഡെലിവറിയിൽ നൂണിൽ കുറച്ച് ഗ്രോസറീസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രോസറീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എത്തി. നൂണിൽ മാത്രമല്ല കരീമിലും ഉണ്ട് കേട്ടോ ഈ ഒരു 15 minutes ഡെലിവറി. നമുക്ക് വീക്കെൻഡ്സിൽ എല്ലാ വീക്കെൻഡ്സും നമുക്ക് ചിലപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തെ വീക്കെൻഡ്സിൽ ഈ 15 minutes ഡെലിവറി ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് എ ഹെൽപ്ഫുൾ തിങ് ഫോർ മീ. ഞാൻ കൂടുതലും ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും ചെയ്യാത്ത ദിവസങ്ങളിൽ ഇതുപോലെ 15 minute ഡെലിവറിയിലാണ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാറ്. ഇതിൽ ഡെലിവറി ചാർജ് ആണെങ്കിലും 10 dirhamsന്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ. പ്രൊഡക്ട്സ് ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. എനിക്കിതുവരെ ഡാമേജ്ഡ് പ്രൊഡക്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. സോ കരീമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ട്സിൻ്റെ കൂടെ തന്നെ അവരൊരു ബ്രോഷർ കൂടി വെക്കും. അതിലൊരുപാട് ഹെൽത്തി റെസിപ്പീസൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലും. ഇൻഷാ അല്ലാഹ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. ഞാൻ ഒരുപാട് ബ്രോഷേഴ്സ് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതുണ്ട്. ഇനി പോസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കൂടെ ഞാനത് മേർജ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാനിപ്പോൾ കൂടുതലും ചിക്കൻ ബ്രസ്റ്റും ഒക്കെ വാങ്ങുന്നത് ഇതുപോലെ നൂണിലോ കരീമിലോ ഉള്ള 15 minutes ഡെലിവറിയിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫ്രഷ് ചിക്കനൊക്കെ നമുക്ക് കിട്ടും. കട്ടിങ് മാത്രം അവൈലബിൾ അല്ല. നമ്മളുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഓഫ്ലൈൻ ഷോപ്പിങ്ങിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും. അതൊരു ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് കൂടുതലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഒരു കുഞ്ഞ് സ്ലോ മോർണിംഗ് റൂട്ടീൻ ടു നൈറ്റ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ ദ എൻഡ്.